ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് നമ്മളിന്ന് ചെയ്യുന്നത് എക്സൈസ് 7.7 ആണ്. +2 മാത്സിലെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ എക്സൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 6 വരെയുള്ള എക്സൈസൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ആയി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതിപ്പോൾ 7.6.2 എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റഗ്രൽസ് ഓഫ് സം മോർ ടൈപ്സ്, അവിടെ കുറച്ചൊരു 3 ഫങ്ഷൻസ് കൊടുത്തത്, അല്ലെങ്കിൽ ഒരു 3 ഇൻറ്റഗ്രൽസ് കൊടുത്തിട്ടുണ്ട്. അവരെന്നെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ പാർട്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പോലെയാണ്. നമ്മൾ ഇതൊക്കെ യൂസ്ഫുൾ മീൻസ് എന്താ പറയുക, ഇനി ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു പോകും. ഇവിടെ എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താ പറയണത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, ഇതങ്ങനെയൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കാം. അപ്പോൾ എന്താ വരുന്നത്, ആദ്യം തന്നെ √4 - ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 3 ഇക്വേഷൻസ് കാണാൻ പറ്റും. ഇക്വേഷൻസ് അല്ല, 3 ഫോമുകൾ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 4 - ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് എന്താണ് സിമ്പിൾ, ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലേ, നമുക്ക് എന്താണ് 2² - എന്ന് എഴുതാം. വേറെ എന്താണ് എന്നുള്ള ഇത് കിടക്കുന്നത് എന്താണ്, √(a²-x² എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ √(a²-x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രൽ റിസൾട്ട് എന്താ വരിക, x/2 ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് ഈ ഒരു സാധനം, അതായത് x/2 ഇൻറ്റു എന്തുട്ടാണ് നമുക്ക് ഈ സാധനം എന്താ പറയുക, (a²-x² പ്ലസ് എന്താ വരിക, (a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a) എന്നാണ് വരിക. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഈ 3 സാധനം മാത്രം കാണാൻ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ സൈഡിൽ എഴുതി വെക്കുക. അങ്ങനെ എന്താ പറയുക, ഈ ജനറൽ ആയിട്ടുള്ള സാധനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 10 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമുക്ക് എന്താണ് നേരെ ഇതിൻ്റെ ആൻസർ ചെയ്യുക ആദ്യം. അപ്പോൾ എന്താ വരിക, എന്താണ് 2 അല്ലേ, 2 ദെൻ റൂട്ട് ഓഫ് എന്താ വരിക, (a²-x²). ഇവിടെ ആരാണ് 4 - അല്ലെങ്കിൽ നമുക്ക് എന്താണ് 2² - x² എന്ന് എഴുതാം. പിന്നെന്താ വരിക പ്ലസ്, ഇനി എന്താണ് (a²), എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്, അത് 4 ആണ്. അപ്പോൾ 4/2 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്യട്ടെ, 2 ഇൻറ്റു എന്താ വരിക, സൈൻ ഇൻവേഴ്സ്, ഇനി എന്താ x/a എന്നാ വരിക. അപ്പോൾ x/ ആരാണ് 2 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി വൃത്തിക്ക് അങ്ങോട്ട് എഴുതാം. എന്താ വരിക, 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/2 എന്ന് വരും അല്ലേ. എന്താ വരിക, 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് സി എന്ന് വരും. അപ്പോൾ എന്താ വരിക, x/2 ഇൻറ്റു √4 - x² പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് സി. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, √1 - 4 ഇൻറ്റു x² എന്നാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് 1 - എന്താ 4x² dx, ഇതിനെ എന്താണ് ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിലൂടെ വെച്ച് = നമുക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് എന്താണ് ഈ 4, ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താണ് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് ആവശ്യമില്ല ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ. നമ്മളെന്താണ് അതിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടുക നല്ലത്. അപ്പോൾ നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ എന്താ വരും, 1/4 - x² എന്ന് വരും റൂട്ടിൻ്റെ ഉള്ളിൽ. 1/4 നമുക്ക് എങ്ങനെ എഴുതാം, 1/2² എന്ന് എഴുതാം. മനസ്സിലായോ, 4 പുറത്തിട്ടു. എന്നിട്ട് എന്താ പറയുക, ഇൻറ്റഗ്രൽ √1/2² - x² എന്നായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് തൊട്ട് മുൻപ് ചെയ്തു അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഫോം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ വരിക, x/2 ഇൻറ്റു ആ സാധനം (a² - x² പ്ലസ് (a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a) എന്നാണ് വരിക. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഈ സാധനം അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എഴുതി പോവുകയാണെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താ വരിക, 4 ഇൻറ്റു എന്താ വരിക ഈ സാധനം ആരാണ്, നമ്മുടെ 2 എന്ന് പറഞ്ഞ 2 അല്ല, ഇവിടെ x/2 ആണ്. പിന്നെ റൂട്ട് ഓഫ് എന്താണ് സാധനം 1/2² - x² പ്ലസ് ഇനി എ എന്ന് പറഞ്ഞാൽ ആരാ വരിക, എ എന്ന് പറയുമ്പോൾ 1/2 ആണ് വരുന്നത്. അപ്പോൾ (a² എന്ന് പറയുമ്പോൾ ആരാ വരിക, 1/4 വരിക. 1/4 വരിക ബൈ ഒരു 2 വേണമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക, 1/8 എന്ന് ഇടുക. അതിന് 1/8 എന്ന് ഇടുക. എന്നിട്ട് എന്താ ചെയ്യുക, ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ആരാ, x/a
എ എന്ന് പറഞ്ഞാൽ ആരാണ് 1/2 ആണ്. അപ്പോൾ എന്ത് വരിക സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് സി എന്നിട്ട് കൊടുക്കുക. ഇങ്ങനെ ആയില്ലേ സാധനം. ഇനി എന്താണ് ഫോറിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. ഫോറിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ എന്താ വരിക ഇവിടെ 2 എന്ന് എഴുതുക. ദെൻ റൂട്ടിൻ്റെ ഉള്ളിൽ ആരാണ് 1/2² മൈനസ് x² പ്ലസ് ഇവിടെ ഒരു 1/8 കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ 4 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും അത് 1/2 ആയി മാറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ടുണ്ട് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1/2² മൈനസ് x² പ്ലസ് 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് സി എന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് റൂട്ട് ഓഫ് x² പ്ലസ് 4x പ്ലസ് 6 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ x² പ്ലസ് x² പ്ലസ് 4x പ്ലസ് 6 then x² പ്ലസ് 4x പ്ലസ് 4 പ്ലസ് 2 നമുക്ക് എന്താണ് ജസ്റ്റ് എന്തെങ്കിലും സ്പ്ലിറ്റ് ഇതെഴുതാം. ഈ സ്ക്വയർ എന്താ പറയുന്നത് അയ്യോ ഇതിനെന്താ പറയുക ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കി മാറ്റേണ്ടതിന് വേണ്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇങ്ങനെ എഴുതാം x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യുക വെച്ചെങ്കിൽ പുട്ട് y ഈക്വൽ ടു ആരാ എക്സ് പ്ലസ് 2 എന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക നമുക്ക് dy ഈക്വൽ ടു dx എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ dy ആക്കാം. ഇവനെ നമുക്ക് എന്താക്കാം y² എന്നാക്കാം. അപ്പോൾ നമ്മുടെ ഈ സാധനമല്ല നമ്മുടെ ഇൻറ്റഗ്രൻ്റ് എന്തായി മാറിയിട്ടുണ്ട്. ഇൻറ്റഗ്രൻ്റ് എന്തായി മാറി y² പ്ലസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ അല്ല റൂട്ട് 2² dy എന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഈ ഒരു സാധനമല്ല നമ്മുടെ ഇൻറ്റഗ്രൻ്റ് എന്തായിട്ടുണ്ട് ഇങ്ങനെ y² പ്ലസ് റൂട്ട് 2² റൂട്ട് ഓഫ് y² പ്ലസ് റൂട്ട് 2² dy എന്നായിട്ടുണ്ട്. ഇനി എന്താണ് ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് നമുക്ക് എന്താണ് x² പ്ലസ് a² എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അതല്ലെങ്കിൽ എന്താ റൂട്ട് ഓഫ് x² പ്ലസ് a² എന്നുള്ള ഫോം. അപ്പോൾ ഇതിൻ്റെ മറ്റേ സാധനം എന്താ വരിക അല്ല ഇതിൻ്റെ റിസൾട്ട് എന്താ വരിക x/2 പ്ലസ് എന്താണ് ഈ ഒരു സാധനം x² പ്ലസ് a² പ്ലസ് എന്താണ് a²/2 ഇൻറ്റു ലോഗ് മോഡ് ആരാ വരിക x പ്ലസ് x² പ്ലസ് റൂട്ട് x² പ്ലസ് a² അല്ലെങ്കിൽ എന്താ പറയുക ഈ സാധനം എന്ന് പറയാം. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇനി എന്താ വരിക എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ അത് y ആണ്. y/2 ഇൻറ്റു റൂട്ട് ഓഫ് ഈ സാധനം ആരാണ് y² പ്ലസ് റൂട്ട് 2² പ്ലസ് നമ്മുടെ a² എന്ന് പറയുമ്പോൾ ആരാണ് അത് റൂട്ട് 2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് 2 തന്നെയാണ്. /2 ഇൻറ്റു ലോഗ് മോഡ് എന്താ വരിക y പ്ലസ് റൂട്ട് ഓഫ് എന്താ പറയുക y² പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചെങ്കിൽ നമുക്ക് തിരിച്ചാൽ വൈക്കും മറ്റേ സാധനങ്ങൾക്കൊക്കെ എന്താ പറയുക ഒക്കെ പ്ലസ് സി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് വൈക്കൊക്കെ എന്താ പറയുക നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഒക്കെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ x പ്ലസ് 2 അല്ലായിരുന്നു. അപ്പോൾ ആ സാധനം ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ വരിക ഈ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റഗ്രൻ്റ് അല്ല റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എഴുതി കൊടുത്താൽ മതി. എന്താ പറയുക x² പ്ലസ് 4x പ്ലസ് 6 പ്ലസ് എന്താ പറയുക ഈ 2/2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെന്താ പറയുക ലോഗ് മോഡ് y എന്ന് പറഞ്ഞാൽ ആരാ വരിക അതെന്താണ് x പ്ലസ് 2 എന്ന് വരും പ്ലസ് എന്താണ് പറയുക റൂട്ട് ഓഫ് എന്താ x² പ്ലസ് 4x പ്ലസ് 6 പ്ലസ് സി എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് 4 ഇൻറ്റു റൂട്ട് ഓഫ് x² പ്ലസ് 4x പ്ലസ് 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ചെയ്യാം. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത് ആൻസറിലേക്ക് എത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ വരിക എന്തൊട്ടായിരുന്നു ക്വസ്റ്റ്യൻ x² പ്ലസ് 4x പ്ലസ് 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു 3 ഉണ്ടെങ്കിൽ എന്തായി ഇത് ഒരു ഈ സ്ക്വയറിനെ നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എന്താ പറയുക ഒരു +3 മീൻസ് ഒരു 3 ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഒരു 3 മൈനസ് ചെയ്തു. അപ്പോൾ എന്താ ഉപരിപ്പോൾ എന്തായി x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആയിട്ട് പിന്നെന്താ വരിക ഈ -3നെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് 3² എന്ന് എഴുതാം.
പിന്നെ ദെൻ എന്താ പറയുക, y ഈസ് ഈക്വൽ ടു നമ്മൾ അഗെയിൻ x+2 എന്ന് കൊടുക്കുക, വേർ dy ഈസ് ഈക്വൽ ടു എന്തെന്നാണ് dx എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഇതിനെ y² - √3 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താണ് ചെയ്യുക, ഇവിടെ ഇപ്പോൾ dy ആയി ഉണ്ടാവും, നമ്മുടെ ഇൻ്റഗ്രൻ്റ് ഇപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ ഇത് എന്താണ് x² - a² എന്നുള്ള ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താ പറയുക, x/2 ഇൻറ്റു നമ്മുടെ ഈ ഒരു സാധനം x² - a² മൈനസ് ഓഫ് ആരാണ് a²/2 ഇൻറ്റു ലോഗ് മോഡ് x പ്ലസ് റൂട്ട് ഓഫ് x² - a² ആണ് വരിക. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആ എക്സിലോടത്തൊക്കെ നമ്മൾ എന്താ വെറുതെ വൈകിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വരിക, y² മൈനസ് നമ്മുടെ എന്ന് പറഞ്ഞാലാണ് √3 ആണ് വരുന്നത്, പ്ലസ് മൈനസ് a² എന്ന് പറയുമ്പോൾ അതാരാ വരിക, അത് നമുക്ക് 3 എന്ന് വരും, 3/2 ഇൻറ്റു ലോഗ് മോഡ് y പ്ലസ് എന്താ വരിക റൂട്ട് ഓഫ് y² മൈനസ് √3 വരും, പ്ലസ് c എന്ന് വരും. ഇനിയിപ്പോൾ എന്താണ് ആ വൈക്കൊക്കെ എന്താ പറയുക, y+2 കൊടുക്കുക. അപ്പോൾ y+2/2 പിന്നെന്താ വരിക, ഇതിനെ നമുക്കെന്താണ് നമുക്കത് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതാം. അതാരാ വരിക, x² + 4x + 1 മൈനസ് 3/2 ലോഗ് മോഡ് പിന്നെ വൈക്ക് എന്താ കൊടുക്കുക, x+2 എന്ന് കൊടുത്താൽ മതി, റൂട്ടിൻ്റെ ഉള്ളിൽ പ്ലസ് റൂട്ട് ഓഫ് ആരാ വരിക മറ്റേ സാധനം എന്തൊട്ടാണ് x² + 4x + 1 പ്ലസ് c, ലാസ്റ്റ് എന്താണ് ഒരു പ്ലസ് c. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ √1 - 4x - x². അതെന്താ വരിക, എന്താ വരിക അല്ലേ, എനിക്കൊന്നും അറിയില്ല. എന്ത് √1 അവിടെ 4x ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു x² ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്ത് ചെയ്യാന്ന്. ഇത് നേരത്തെ കണ്ട ഒരാളെ തലതിരിച്ചിട്ട പോലെ ഇല്ലേ, അപ്പോൾ എന്താ മൈനസ് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക ആദ്യം. അപ്പോൾ എന്താ വരിക, x² + 4x - 1 എന്നാ വരും. -1 എന്ന് വരുമ്പോൾ ഞാൻ ആ മൈനസിനെ പുറത്തേക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് എന്താ ചെയ്യുക ഇപ്പോൾ ഇതിൽ, അപ്പം നമുക്ക് ഇതിനിപ്പോൾ പെർഫെക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ നമ്മളെന്താ ഒരു 4 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 4 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെന്ന് വരും, ഞാൻ ഒരു +4 ഇട്ട് ഒരു -4 ഇട്ട് -1. അപ്പോൾ എന്താ മൊത്തത്തിൽ -5 ആയി മാറി. അപ്പം എന്താ വരിക, x+2 2 മൈനസ് √5 മനസ്സിലായ. അപ്പോൾ ഒരു മൈനസ് ഉണ്ടല്ലോ, അത് പുറത്ത് തന്നെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇതിലെ ഈ x+2 ഇതിപ്പോൾ എങ്ങനെ കിടക്കണമെന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, x+2 2 മൈനസ് √5² എന്നല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിചാരിക്കില്ല, ഇത് എന്താണ് x² - a² എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ x² - a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇൻറ്റഗ്രൽ ഓഫ് x² - a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അതിൻ്റെ റിസൾട്ട് എന്നിട്ട് നമ്മളിപ്പോൾ തന്നെ ചെയ്ത സാധനത്തിലായിരുന്നു x/2 സാധനം -a²/2 ലോഗ് മോഡ് x പ്ലസ് ആ സാധനം. ഇതിപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതിൽ ഇനി ഇപ്പോൾ ഈ x+2 നമ്മളൊരു എന്താണ് ഒരു y ഇട്ട് കൊടുക്കുക, അത്രേ ചെയ്യേണ്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വേണ്ടുള്ളൂ. dy = dx എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഈ സ്റ്റെപ്പിൽ ആ മൈനസ് എന്നുള്ളത് അവിടെ നിർത്തിയിട്ട് ഇതിനിപ്പോൾ y² - √5 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്ത് വരും, ഇതിപ്പോൾ എന്താ വരിക, y/2 റൂട്ട് ഓഫ് സാധനം y² - 5√5² മൈനസ് a²/2 a²/2 എന്ന് പറഞ്ഞാൽ a ആരാ, √5 അല്ലേ, a² അല്ലേ വേണ്ടത്. അപ്പോൾ 5/2 ലോഗ് മോഡ്
ലോഗ് മോഡ് വൈ പ്ലസ് റൂട്ട് വൈ സ്ക്വയർ മൈനസ് ആരാണ് റൂട്ട് 5 സ്ക്വയർ എ പ്ലസ് സി ഉണ്ട്. അപ്പം ഇനി എന്താ ചെയ്യുക വെച്ചെങ്കിൽ ഈ വൈക്കൊക്കെ നമുക്ക് എന്താ വൈ പ്ലസ് 1 അല്ല എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കുക. എക്സ് പ്ലസ് 2/2 റൂട്ട് ഓഫ് സാധനം എക്സ് സ്ക്വയർ മൈനസ് അല്ല പ്ലസ് 4x മൈനസ് 1 എന്താ വെച്ചെങ്കിലേ ഞാൻ മൈനസ് നേരത്തെ പുറത്തിട്ടുണ്ട് കേട്ടോ. ഈ മൈനസ് അപ്പോൾ ഇവിടെ കിടന്നോട്ടെ, വെറുതെ അല്ല, അങ്ങനെ ഒരു മൈനസ് ഉണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക, മൊത്തം ബ്രാക്കറ്റിലിടുക. പിന്നെന്താ പറയുക, ആ a/a²/2ൻ്റെ മുമ്പിലൊരു മൈനസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് പ്ലസ് ആക്കുക. പ്ലസ് 5/2 ഇൻറ്റു ലോഗ് മോഡ് എന്താ വരിക എക്സ്, അല്ലെങ്കിൽ എന്താ പറയുക വൈ എന്നുള്ളിടത്ത് എക്സ് പ്ലസ് 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 1 എന്ന് വരും പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏതാ കാണാമല്ലോ. അടുത്തത് ഏതാണ് 5 6 നമ്മൾ ചെയ്ത്. അടുത്തത് x² പ്ലസ് 4x മൈനസ് 5. ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമോ? ഇതും എന്താണ് മൈനസിൻ്റെ ഫോമിൽ തന്നെ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ x² പ്ലസ് 4x മൈനസ് 5. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾക്കൊരു 4 ആഡ് ചെയ്ത് കൊടുക്കണം, ഒരു 4 മൈനസ് ചെയ്ത് കൊടുക്കണം. എന്താ വരിക അപ്പോൾ x² പ്ലസ് 4x പ്ലസ് 4 മൈനസ് 4 മൈനസ് 5. അപ്പോൾ വരാനും കൂടിയിട്ട് എന്താ വിളിക്കുക -9 എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ ഇപ്പോഴും ചെയ്യണ പോലെ എന്താ പറയുക y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കുക, dy ഈക്വൽ ടു dx എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഇതിനെ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താ വരിക, എന്നിട്ട് വരിക x² മൈനസ് a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/2 ഇൻറ്റു സാധനം മൈനസ് a²/2 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് എന്താ വരിക ആ സാധനം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വൈകിട്ട് കൊടുക്കുക, ഇവിടെ വൈകിട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ബാക്കി നമുക്ക് കാണിക്കുക. എന്താ പറയുക, ഇതിലിപ്പോൾ y എന്നുള്ളിടത്ത് ഞാൻ എക്സ് പ്ലസ് 2 എന്നിട്ട് എന്താ പറയുക, നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം x² പ്ലസ് 4x മൈനസ് 5 മൈനസ് a² എന്നുള്ളിടത്ത് a ആരായിരുന്നു 9 അല്ല അത് 9 ആയിരുന്നു /2. പിന്നെന്താ വരിക ലോഗ് y പ്ലസ് 2 അല്ല y പ്ലസ് 2 അല്ല y എക്സ് പ്ലസ് 2 എന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് ഓഫ് സാധനം എന്തുട്ടാണ്, അല്ല സാധനം അല്ല ക്വസ്റ്റ്യൻ, x² പ്ലസ് 4x മൈനസ് 5 പ്ലസ് സി എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് എത്രാമത്തെ 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് √1 പ്ലസ് 3x മൈനസ് x² എന്ന് പറയുമ്പോൾ ചെയ്ത് നോക്കാം. എനിക്കറിയുന്നില്ല ഇപ്പോൾ ഇത് ചെയ്യാൻ. എങ്ങനെ ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മുടെ ക്വസ്റ്റ്യന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അതാണ് നല്ലത്. 1 പ്ലസ് 3x മൈനസ് x² എന്ന് എഴുതിയെടുത്തു. നമ്മൾ മൈനസിനെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തെടുക്കണം. അപ്പോൾ എന്ത് വരും, x² മൈനസ് 3x മൈനസ് 1 എന്ന് വരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നോക്കുമ്പോൾ 2ab നമ്മൾ പണ്ടൊക്കെ ചെയ്തായിരുന്നില്ലേ ആ പരിപാടി, അങ്ങനെ നോക്കുമ്പോൾ ഇതിലിപ്പോൾ ആരെ വരിക, x² മൈനസ് 3/2 x മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ. പിന്നെ ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്തു, ഇവിടെ -9/2 ആണ്. ഓക്കെ, പ്ലസ് 9/2 ആണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഒരു -9/2 കൂടി വേണം. അപ്പോൾ -1 മൈനസ് 9/4 ചെയ്താൽ എത്ര വരും, എത്ര വരും, 4 ഇങ്ങോട്ട് കൊടുത്താൽ 13/4 എന്ന് വരും തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ മൈനസ് എവിടെയാണ്, മൈനസ് ഓഫ് √13 ഡിവൈഡ് ബൈ 4 എന്ന് വരും. 4 അല്ലേ, ഞാൻ അതിന് എന്താ പറയുക 2 എന്ന് എഴുതാം, എന്നാലും നമുക്കത് സ്ക്വയർ ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഇതെന്തായി അഗെയിൻ എക്സ് മൈനസ് മറ്റേ എന്താ പറയുക എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമിൽ കിടക്കുകയാണ്. ഇനി അവനെ നമുക്ക് എന്താണ് അഗെയിൻ എന്ത് ചെയ്യണം, എക്സ് മൈനസ് 3/2 ഈസ് ഇക്വൽ ടു വൈ എന്ന് കൊടുക്കുക, ഡി വൈ ഈസ് ഇക്വൽ ടു ഡി എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, വൈ സ്ക്വയർ മൈനസ് റൂട്ട് 13/2 ദ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക, വേറെ ഡി വൈ ഇട്ട് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതെന്ത് വരും, നമുക്ക് ഇനിയിപ്പോൾ എന്താ സാധനം എന്നൊന്നും എഴുതണ്ട, നേരെ ആൻസർ ചെയ്തോ. എക്സ് മൈനസ് 3/2 റൂട്ട് ഓഫ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന സാധനം ആരാ, എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഒന്നല്ല, ഒരു മൈനസ് പുറത്തുണ്ട് കേട്ടോ, അവനെ അവിടെ വേണം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 1 എന്ന് തന്നെ എഴുതാം. പിന്നെ മൈനസ് എയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാ, 13/4 വരും. ബൈ 2 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇത് 8 ആയി മാറും. പിന്നെ ലോഗാണ് വേണ്ടത്, ലോഗ് മോഡ് മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3/2 പ്ലസ് എന്താ വരിക, റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധനം എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 1 പ്ലസ് സി എന്നിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് എന്ത് ആൻസറായിട്ട് വരുന്നത്. മൈനസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x. ഇതെങ്ങനെ ചെയ്യണമോ അറിയൊന്നുമില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. എന്താ ഇപ്പോൾ ചെയ്യത്, എക്സ് സ്ക്വയർ പ്ലസ് 3x അല്ലേ, സ്ക്വയർ പ്ലസ് 3x. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് 3x ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 3x എന്നാണുള്ളത്. 3x ആകുമ്പോൾ എന്താ ചെയ്യുക, പ്ലസ് 9/4 ചെയ്യുക, അല്ലെങ്കിൽ 3² 2 സ്ക്വയർ ചെയ്യുക, മൈനസ് 3/2 ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ അതിൻ്റെ ഇപ്പം നമുക്ക് ഇങ്ങനെ വായിക്കാം, എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 3/2 സ്ക്വയർ ഇതിൻ്റെ റൂട്ടിൻ്റെ ഉള്ളിൽ ഇടുക. എന്താണ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു പുട്ട് എക്സ് പ്ലസ് 3 ഈക്വൽ ടു വൈ ദെൻ ഡി വൈ ഇസ് ഈക്വൽ ടു ഡി എക്സ്. ദെൻ ഇതെന്തായി, നമ്മുടെ ഇൻ്റഗ്രൻ്റ് എന്തായി, വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി അതിനെന്താ ചെയ്യുക, നമ്മുടെ ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ എക്സ് പ്ലസ് 3/2 ഇൻറ്റു റൂട്ട് ഓഫ് സാധനം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 3x ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്, മൈനസ് എ സ്ക്വയർ. ഇവിടുത്തെ എ ആരാണ്, 3/2 ആണ്, മീൻസ് 9/4 ആണ്. വേറെ 9/8 എന്ന് എഴുതാം നമുക്കതിനെ. ലോഗ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈ എന്ന് പറയുമ്പോൾ വൈ ഇവിടുത്തെ ആരാ, എക്സ് പ്ലസ് 3/2 ആണ്. ദെൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്, പ്ലസ് സി എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായോ, ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് വരും, 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 9. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താ വരുന്നത് ക്വസ്റ്റ്യൻ, 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 9 എന്നാണ് വരുന്നത്. വളരെ ഡി എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറയും, നമുക്ക് ഈ 9 കളയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഒരു 9 ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ 9 ഇട്ട് കൊടുക്കുക. അപ്പോൾ 9 എൽസിയമിൽ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 9 ആയിട്ട് കൊടുക്കണം. ഈ 9 നമുക്ക് പുറത്തേക്ക് ഇടാം. അപ്പോൾ എന്ത് വരും, 1/3 എന്ന് വരും. 1/3 ആവും. റൂട്ട് 9 പ്ലസ് എക്സ് സ്ക്വയർ എന്നാവും. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, എ സ്ക്വയർ മൈനസ് ബി എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ചെയ്യാം. അപ്പോൾ 3² പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ദെൻ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ് വരുന്നത്, ഇതിപ്പോൾ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ x/2 എന്ത് വരും സാധനം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പിന്നെ എന്ത് വരും, പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് എന്ത് വരും, റൂട്ട് ഓഫ് എന്താണ് നമ്മുടെ സാധനം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ 1/3 ഞാൻ പുറത്ത് ഇടുന്നുണ്ട്. ദെൻ എക്സ് എന്ന് പറയുമ്പോൾ x/2 എന്ന് എഴുതുക.
പിന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്, നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം 9+x² എന്ന് തന്നെ എഴുതാം. എന്നിട്ട് പിന്നെ നമുക്ക് എന്താണ് a²/2 വേണമല്ലേ. a² ആരാണ്, a² ആരാണ് 9/2 a²/2 ലോഗ് മോഡ് ആരാ എക്സ് പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിൽ ആരാ 9+x² പ്ലസ് സി എന്ന് വന്നു. ഇതാണെന്ത് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ്. ഇൻറ്റഗ്രൽ ഇത് നമ്മളിപ്പോൾ ചെയ്ത ചോദ്യത്തിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്, സിമ്പിളാണ്. അപ്പോൾ എന്ത് വരിക, ഇൻറ്റഗ്രൽ √1+x² dx is equal to എന്താണ് വരിക x/2. അപ്പോൾ x/2 എന്ന് തന്നെ വരും. പിന്നെ സാധനം എന്ന് പറയുമ്പോൾ ആരാ വരിക √1+x² എന്ന് വരും. പിന്നെ a²/2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ a ആരാണ് 1 തന്നെയാണ്. സോ 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് ആ സാധനം എക്സ് പ്ലസ് എന്താണ് 1+x² √1+x². അപ്പോൾ ആരാ വരിക നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്നാണ്, അപ്പോൾ നമ്മളിത് ചെയ്യാതെ കൂടെ ഒപ്പിച്ചു. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, വയ്യ മനസ്സിലാവണ്ട. അടുത്തത് ഇൻറ്റഗ്രൽ √x² - 8x + 7 dx. അത് നമുക്കൊന്ന് ചെയ്യാം. മനസ്സിലാവണ്ട. അത് 1ഉം x² മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അങ്ങോട്ട് വിട്ടതാ. ക്വസ്റ്റ്യൻ അല്ലേ, സോറി. ക്വസ്റ്റ്യൻ എന്തൊട്ടാണ് x² - 8x + 7 dx. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ ഒരു 8x അല്ലേ കിടക്കണത്. ഇതെന്താണ് 2b. ദെൻ b = ആരാ 4. സോ എന്താ വരിക x² - 8x പ്ലസ് ഒരു 16 വേണം. അപ്പോൾ അതിൽ 7 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആരെയും ആഡ് ചെയ്യണം, 7ൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്യണം 9 ആഡ് ചെയ്തു. അപ്പോൾ 9 മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ആരായിട്ടുണ്ട് x - 4² ആയിട്ടുണ്ട്. -3² എന്നിട്ട് കൊടുക്കുക. ദെൻ പുട്ട് ചെയ്യുക. എന്തിന് പുട്ട് y is equal to x - 4. ദെൻ dy is equal to dx. ദെൻ എന്താ വരിക y² - 3² dy equal to a² അല്ല x² - a² എന്ന് പറയുമ്പോൾ ആര് വരും, നമ്മളുടെ സാധനം വരും. എന്ത് വരും y/2 ഇൻറ്റു റൂട്ട് സാധനം y² - 3² a²/2 ലോഗ് മോഡ് എക്സ് പ്ലസ് സാധനം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, നമ്മുടെ y എന്താണ് x - 4/2 ആണ്. നമ്മുടെ സാധനം എന്താണ് x² - 8x + 7 ആണ്. -a². a ആരാണ് ഇതിലിപ്പോൾ ആരായിരുന്നു, എന്തായിരുന്നു 9 3ആയിരുന്നു. 3അല്ല 9. 9/2 ലോഗ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്തായിരുന്നു എക്സ് എന്താ x - 4 റൂട്ട് ഓഫ് സാധനം x² - 8x + 7 പ്ലസ് എന്താണ് ഒരു സി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ മറ്റേ ക്വസ്റ്റ്യനൊക്കെ വയ്യാണ്ട് ചെയ്യാഞ്ഞതാണ്, ജസ്റ്റ് അതൊന്ന് ചെയ്യാം. എന്തായിരുന്നു ഇനി ഇതിൻ്റെ ആൻസർ അറിയണ്ട. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ ഇതാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി മറ്റേ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അതിപ്പോൾ എങ്ങനെ വരിക വെച്ചെങ്കിൽ ഇങ്ങനെ 1+x² ആകുമ്പോൾ എന്ത് വരും x/2 ഇൻറ്റു നമ്മുടെ സാധനം 1+x² മൈനസ് അല്ല പ്ലസ് a² എന്ന് പറയുമ്പോൾ ഇവനാണ് അപ്പോൾ എന്താ വരിക 1/2 എന്ന് വരും. പിന്നെ ലോഗ് മോഡ് എക്സ് പ്ലസ് എന്താ വരിക നമ്മുടെ സാധനം. അപ്പോൾ എന്ത് വരിക 1+x² പ്ലസ് സി. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ മൊത്തം 10 ക്വസ്റ്റ്യനാണ്. എത്ര 11 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 7.7 മൊത്തം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. +2 പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണ് വീഡിയോ എടുത്ത് കാണുന്നതെന്നുള്ള ഒരു തോന്നലിലാണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയണത്. അതല്ലാതെ ഒന്നുമല്ല. കാരണം ഇപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഈ വീഡിയോ കിട്ടിയിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ +2 കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിള്ളേരൊക്കെ പ്രോബ്ലമൊക്കെ ചെയ്ത് പഠിക്കട്ടെ. എക്സാമൊക്കെ വരികയല്ലേ. പ്രോബ്ലം ചെയ്യാൻ കിട്ടാണ്ട് പരീക്ഷയിൽ ആരുടെയും മാർക്ക് കുറയണ്ട. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേണമെങ്കിൽ മറ്റേ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.